ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. ഹീറോ തിരിച്ച് വന്ന് നോക്ക്. ഹീറോമാർ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് അവരുടെ ലുക്കെല്ലാം ചേഞ്ചായി. ഈ ഫോട്ടോത്തിൽ ഹൂഡി ഇട്ട മതിയായിരുന്നു. അവർ കുറച്ച് അവരുടെ വീട് കണ്ടായിരുന്നു. ഹീറോയ്ക്ക് അവരെ കണ്ടിട്ട് ഭയങ്കര പേടിയാവാൻ തുടങ്ങി. ഹീറോയ്ക്ക് അവർ ബ്ലാക്ക് മാജിക് യൂസ് ചെയ്യാം. അത് കണ്ട് ഹീറോയ്ക്ക് പേടിയാൻ തുടങ്ങിയ എന്ത് ഒരു ബ്ലാക്ക് മാജിക് യൂസ് ചെയ്യുന്ന ഒരു വലിയ സൂര്യക്കാരനാണോ? അങ്ങനെ ഹീറോയെ അവരെ കണ്ട് പേടിച്ച് ഓടാൻ തുടങ്ങി. അയ്യോ, ഇത് ജങ്കുക്ക് ശ്രദ്ധിച്ച് ജങ്ക് തുടങ്ങി. ബാക്കി മെമ്പേഴ്സ് ജങ്കുക്ക് ഹീറോയിനെ ഫോളോ ചെയ്ത് ഓടി വരാൻ തുടങ്ങി. ബാക്കി മെമ്പേഴ്സ് ഒന്നും മനസ്സിലായില്ല. ജിമ്മിന് നോക്കി. ജിമ്മി പറയാൻ തുടങ്ങി, അവളെ നമ്മളെ നോക്കിടാ. എന്ത് നോക്കിയാ? ശരി, ഇപ്പം എന്ത് ചെയ്യാൻ? അറം പറഞ്ഞു. ശരി, വേറെ വഴിയില്ല, നമുക്ക് അവളെ വീട്ടിൽ പോകുന്നു. ഹീറോയെ പേടിച്ചു. ഇതിന് ടാക്സി എണ്ണിപ്പിക്കുക. ടാക്സിയോടെ നിപ്പിച്ച് ടാക്സിയിൽ കയറി ഹീറോ പാസ്റ്റ് പോകും. അങ്ങനെ ഓടിപ്പോയി വീട്ടിലൊക്കെ പോയി ഡോറ് തുറന്നു. എന്ത് അവർ ഡെവിളാണോ? അത് ഞങ്ങൾക്ക് 7 പേര് പൊടിച്ചേരി. ഞാൻ ആരുടെ പറയാൻ തിരിച്ചു പോയി. ഞാൻ തിരിച്ചു വന്നതാ. ഹീറോയെ ശരിക്കും പറഞ്ഞു തിരിച്ചു വന്നത് തിരിച്ചിട്ട് വന്ന കാരണം ഹീറോയ് ഒരു കാര്യം മറന്നുപോയി ചെല്ലാൻ. എനിക്ക് വേറെ ആളെ ഇഷ്ടമാണ് ഹീറോയ് പറയാൻ വന്നായിരുന്നു. അങ്ങനെ എൻ്റെ പുറകിൽ നടക്കാൻ തിരിച്ച് പറയാൻ മറന്നുപോയിരുന്നു ഹീറോയ്ക്ക് ചെല്ലാൻ. അങ്ങനെ തിരിച്ച് പറയാമെന്ന് വരുമ്പോൾ ഹീറോയ്ക്ക് കണ്ടതായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഭയങ്കര പേടിയായി. വീട്ടിലേക്ക് ഓടിപ്പോയി ലൈറ്റ് ഇട്ട് ഡോറെല്ലാം ബന്ദ് ചെയ്തു. ഹീറോയ് ഒറ്റക്കാണ്. റോസിയെല്ലാം ഇല്ലായിരുന്നു. ഹീറോയ് നോക്കുമ്പോൾ അവിടെ തിരിഞ്ഞു നോക്കും ജങ്കുക്കിനെ കണ്ട് ഹീറോയിന് ഷോക്കായി. അങ്ങനെ പേടിച്ചിട്ട് മുകളിൽ കിച്ചൺ മേലെ പാഞ്ഞു. ബെഡ്റൂമിക്ക് ലോക്ക് ചെയ്തു. അവിടെ ജിമ്മീനുണ്ടായിരുന്നു. ജിമ്മീനെ കണ്ട് ഹീറോയ് പേടിയായി. ബാത്റൂമിൽ പോയി. ബാത്റൂം വി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഹീറോയ് പേടിച്ചായിരുന്നു. വി മാജിക് യൂസ് ചെയ്ത് താഴെ ഇറക്കി. എല്ലാവരും താഴെ ഇരുന്ന് ചുറ്റിരുന്നായിരുന്നു. അങ്ങനെ ഹീറോയിനെ നോക്കി സ്നാക്ക് ചെയ്ത ജങ്കുക്ക് പറയാൻ തുടങ്ങി, നീയാണ് ഞങ്ങളെ വൈഫ്. എന്താ വൈഫാ? അതെ, ഞങ്ങൾക്ക് 7 പേർക്ക് നിന്നെ പിടിക്കും. നീയാണ് ഞങ്ങൾ പേർ ക്വീൻ, ഡെവിൾസ് ക്വീൻ. മനസ്സിലായോ? എനിക്കത് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് ഹീറോയി പറയാൻ തുടങ്ങി. ശരി, നിനക്ക് അച്ഛനമ്മയോട് പറഞ്ഞിട്ട് നീ എൻ്റെ കൂടെ ഞങ്ങൾ ലോകത്ത് വാ എന്ന് ഹീറോയിനോട് പറഞ്ഞു. ഹീറോയി പറയാൻ തുടങ്ങി, എന്ത് അച്ഛനമ്മയോട് പറഞ്ഞിട്ട് ഇവിടേക്ക് വരണോ? അത് എനിക്ക് അച്ഛനും അമ്മയോ? ഹീറോയ്ക്ക് ഓർക്കാൻ തുടങ്ങി. അച്ഛനമ്മ പറഞ്ഞു. ഹീറോയ്ക്ക് അച്ഛനമ്മയില്ലായിരുന്നു. ചെറിയ പ്രായത്തിൽ അച്ഛനമ്മയെ ഡിവോഴ്സ് ചെയ്തായിരുന്നു. അവരുടെ കൂട്ടത്തിൽ വേറെ മാരേജ് കഴിച്ച് അവർ ജീവിക്കായിരുന്നു. ഹീറോയിനെ കണ്ട് കൂവില്ലായിരുന്നു. പണം കൊടുക്കാമായിരുന്നു ഹീറോയ്ക്ക് സാഡായിരുന്നു. എന്ത് ചെയ്യാൻ അറിയില്ലായിരുന്നു. ഇവളെന്തിരിക്കുന്നു ആറമ്മക്ക് മനസ്സിലായി. ആറം പറയാൻ തുടങ്ങി, ശരി ഓക്കെ ഞാൻ പോവാം, നിൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഹീറോയി സാഡായി ഫ്രണ്ടിനോട് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ടിന് മെമ്മറിയിൽ ഹീറോയിന് ഓർമ്മയെല്ലാം അയച്ചു കഴിഞ്ഞ് അങ്ങനെ ഹീറോയിന് ഡെവിൾ പ്ലേസിലേക്ക് ഹീറോയിനെ കൊണ്ടുപോയി. അങ്ങനെ അവിടെ മാരേജായി. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. നല്ല ഡെവിലാണ് ഹീറോയ്ക്ക് മനസ്സിലായി. ഇവ നല്ലതാണ്, കെട്ടതൊന്നും ചെയ്തില്ല. വേറൊരു ഡെവിൾസ് ഉണ്ടായിരുന്നു, റെഡ് കളർ. അത് റെഡ് കളർ ഡെവിൾസ്. അവർ പറഞ്ഞവർ മനുഷ്യന്മാരെല്ലാം കൊല്ലു. അങ്ങനെ ആയിട്ട് ഹീറോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഹീറോയിനെ ലൈബ്രറിക്ക് എടുത്തുകൊണ്ട് വന്നു. ഹീറോയിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ബുക്കിനെ ഇത് ഭൂമിക്ക് വരാൻ പറ്റില്ല എന്ന് ഹീറോയിൻ പറയാൻ തുടങ്ങി. ശരി, ഭൂമിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഹീറോയിനോട് പറയാൻ തുടങ്ങി, മിഷനെല്ലാം ചെയ്ത പിന്നെ വേറെ ഇത് ചെയ്യാം. കുറച്ച് നാൾ ഹീറോയിനോട് പറഞ്ഞു. അങ്ങനെ ഭൂമിക്ക് പോകണോ? ഹീറോയിൻ ഭൂമിക്ക് അയച്ചു. ശരി ഓക്കെ, നീ ഭൂമിയിലിരുന്നു. ഇവിടുത്തെ പ്രശ്നമെല്ലാം ഞാൻ സോൾവ് ചെയ്ത ശേഷം നീ ഡോർ തുറക്കും. അതുകൊണ്ട് ഹീറോയിൻ പറയാൻ തുടങ്ങി, എങ്ങനെ ചെയ്യാൻ പറ്റും? ശരി, ഹീറോയിനെ ഒരു പ്ലേസിൽ കൊണ്ടുവന്നു. അവിടുത്തെ ഇതൊരു മുത്ത് പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു. അത് ഹീറോയിനോട് പറയാൻ തുടങ്ങി, ഇവളാണ് ശില്പ കാണുന്നു. ഇത് ശില്പ. ഈ ശില്പൻ്റെ അടുത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഹായ്, എൻ്റെ പേര് സോഫിയ. ഇവളൊരു ഗേളായിരുന്നു. ഇവൾക്ക് ഇതുള്ള ഫ്യൂച്ചർ നോക്കാൻ. അങ്ങനെ എല്ലാവരും പോയിട്ട് ആ കെട്ട ഡെവിൾസിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് ഓരോരോ ഡെവിൾസിനെ കൊല്ലാൻ കഴിഞ്ഞു. അങ്ങനെ എല്ലാ ഡെവിൾസിനെ അവർ കൊന്നു കഴിഞ്ഞു. കെട്ട ഡെവിൾസിനെ കൊന്നു കഴിഞ്ഞു. അങ്ങനെ ഹീറോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അവർ കൊന്നു കഴിഞ്ഞ ശേഷം ഹീറോയോട് പറഞ്ഞു, ആ കുട്ടി പറഞ്ഞുകൊണ്ടു അങ്ങനെ അവർ ഡോർ തുറന്നു. അങ്ങനെ ഹീറോ ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നുണ്ടെങ്കിൽ സന്തോഷത്തിൽ നല്ല നോർമലായിട്ട് അവരെല്ലാവരും ജീവിക്കാൻ തുടങ്ങി. ഹീറോയി പറയാൻ തുടങ്ങി, എന്താ കാണുന്ന, എന്ത് പറ്റി? ആറാം പറയാൻ തുടങ്ങി, അയ്യോ ഇവൻ്റെ ഒരു കാര്യം നിൽക്കടാ. ആറാമൻ്റെ മകനായിരുന്നു. ആറാമൻ്റെ മകന് പറയായിരുന്നു,
അച്ഛാ ഞാൻ ആരാഴ്ച ചെയ്യാൻ പോവാ, അച്ഛനെ ആരാഴ്ച ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയല്ല ആറാമിൻ്റെ മകൻ പോയി ഇങ്ങനെ കണ്ടുപിട്ടില്ല അവൻ്റെ കാര്യം ആറാമിൻ്റെ മകനെ ഏറ്റി ആറാമിൻ്റെ മകന് അവരെല്ലാവരും സന്തോഷം ഹാപ്പി ഫാമിലീസായി മാറി. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കുട്ടികളെ കാണുമ്പോൾ. അങ്ങനെ ഹീറോമാർ പറയാൻ തുടങ്ങി, ഹീറോയുടെ ഹീറോമാർ പറയാൻ തുടങ്ങി അച്ഛാ. അങ്ങനെ ഹീറോയിൻ പറയാൻ തുടങ്ങി അച്ഛൻ പറയാൻ തുടങ്ങി, എടാ നമ്മൾ ഡെവിൾസിനായി ഒരുപാട് കഷ്ടമാണ്. ഹീറോമാർ അച്ഛനക്ക് മനസ്സിലായി ഞങ്ങളുടെ മകനിക്ക് നോർമലായി ജീവിക്കാൻ ആഗ്രഹമാണെന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് ഹീറോമാറിന് ഇത് കണ്ട് ഹാപ്പിയായി. ഹീറോമാർ അച്ഛൻ പറഞ്ഞു ഞാനും നോർമലായിട്ട് ജീവിക്കാമെന്ന്. അപ്പോൾ ഹീറോൻ്റെ അച്ഛൻ്റെ മകനായിരുന്നു. അങ്ങനെ മൈക്കിൾക്ക് രാജൻ പട്ട കൊടുത്ത് അവർ ഹാപ്പിയായിരുന്നു. ചേട്ടാ എനിക്ക് ഈ സിംഹാസനം വേണ്ടെന്ന് പറഞ്ഞു അനിയൻ്റെ മകനിക്കാണ് ഹീറോൻ്റെ അച്ഛൻ കൊടുത്തു. അവർ ഹാപ്പി ആയിരുന്നു, പ്രശ്നമില്ല. അങ്ങനെ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നത്. അവർ ഹീറോമാർ നോർമൽ മനുഷ്യനായി അവർ ജീവിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഡെവിലല്ല, ഇപ്പോൾ നോർമൽ മനുഷ്യനായി അവർ സന്തോഷത്തിൽ ജീവിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഇപ്പോൾ കുട്ടികൾക്ക് ആർക്കും പവറില്ല. അതിനായിട്ട് ഭൂമിക്ക് ഹീറോമാർ അങ്കിൾ വന്നു ഭൂമിക്ക്. എന്താ പറ്റി എൻ്റെ ചേട്ടാ? ഇല്ല, എൻ്റെ ഇവനിക്ക് അതന്നെ അയാൾക്ക് ഫസ്റ്റ് മകൻ മാത്രം ഡെവിലായി, ബാക്കി മകൻ നോർമലായിട്ട് ആഗ്രഹിച്ചായിരുന്നു. അങ്ങനെ എല്ലാവരും നോർമലായി ജീവിക്കാൻ തുടങ്ങി. എല്ലാ മക്കൾ അങ്ങനെ നോർമലായി ജീവിക്കാൻ തുടങ്ങി. എല്ലാവർക്കിടയ്ക്ക് വന്ന് നോക്കിയിട്ട് പോവായിരുന്നു. ഇപ്പോൾ കുട്ടികൾ വളർന്നു വലുതായി. അച്ഛാ എന്നാടാ പറ്റി അച്ഛാ? ജിന്നിൻ്റെ മകന് പറയാൻ തുടങ്ങി, അച്ഛാ എനിക്ക് പ്രപ്പോസ് വന്നു. എന്ത് പ്രപ്പോസ്? അതെ അച്ഛാ, ഒരു കുട്ടി ഞാൻ പ്രപ്പോസ് ചെയ്തു. അങ്ങനെ ജിന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ ആ കുട്ടീനെ നോക്കപ്പോൾ ജിന്നക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. എന്ത് പ്രപ്പോസ് ചെയ്തതായിരുന്നു? അതെ അച്ഛാ. എടാ ജിന്ന് പറയാൻ തുടങ്ങി, എടാ പഠിക്കുന്ന അഭിപ്രായത്തിൽ പഠിക്കണം അങ്ങനെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും സന്തോഷത്തിൽ സ്മൈൽ ചെയ്യാൻ തുടങ്ങി. എല്ലാ കുട്ടികളും ഭയങ്കര നന്നായിട്ട് വളർന്നു വലുതായി. എല്ലാം പഠിക്കാൻ നല്ല ജോലി ചെയ്യാൻ തുടങ്ങി. കുട്ടികളെല്ലാവരും പഠിച്ച് നല്ല ഫേമസുമായ ബിസിനസ്മാനാവും. കുട്ടികളെല്ലാം വളർന്നു, അവരെല്ലാം പഠിക്കുക ബിസിനസ് ചെയ്യാനായിരുന്നു. ഹാപ്പി എൻഡിങ്.